ഇന്നലെ രാവിലെ മുതൽ തന്നെ പാറുവിന് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു 5 മണി 5:30 ആ ടൈമിലാണ് ഈ മണ്ണ് മാന്തിയിട്ടുള്ള ഈ കടത്തം. ഭയങ്കര ക്ഷീണമായിരുന്നു. ശരിക്കും ഇന്നലെ പ്രസവിക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ല. പാറു ഇന്ന് പ്രസവിക്കുക അറിയില്ല, വെറുതെ കരയുണ്ട്. ഇവിടെ മണ്ണൊക്കെ മാന്തിയിട്ട് അതിൽ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പം ഞാൻ നീച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ഇങ്ങനെ കരയും, പിന്നാലെ വന്ന് കരയും. അതെന്താ അറിയില്ല. കരയാൻ തുടങ്ങി. അവിടെ കടന്നോ, അവിടെ കടന്നോ. ആളടുത്തുനിന്നൊന്ന് മാറി ഇതിനെക്കാട്ടിലും ശബ്ദത്തിലാട്ടോ കരയുക. ഭയങ്കര ശബ്ദത്തിലാണ് കരയുക. ഇങ്ങനെ കരഞ്ഞിങ്ങനെ നടക്കും. അപ്പം അടുത്തുനിന്ന് പോവാനും പറ്റൂല. ഇന്നലെ ഇവളെ അടുത്തുനിന്ന് അത് എവിടേക്കും പോയിട്ടില്ല. അവിടെ പോയി കിടന്നു, അവിടെ കിടന്നോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഒരു നായ ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ കരഞ്ഞ് നടക്കുക. അത് വേദന ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് യജമാനന്മാരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവർ പ്രസവിക്കാനായി എന്നുള്ള യജമാനന്മാരെ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് ഇങ്ങനെ കരയണതെന്നുണ്ട്. പിന്നെ വേദന വന്നിട്ടാണെന്നുണ്ട്, ഭയത്തോടു കൂടി കരയണതാണെന്നുണ്ട്. ഇതിലേതാണ് സംഭവം എന്നറിയില്ല. എന്തായാലും ഇവളെ പിന്നാലെ തന്നെ കുറേ നേരം നിന്നത്. ഇതിപ്പോൾ രാത്രി 1 മണി 1:30 ടൈമിലാട്ടോ ഈ സംഭവം. ഇന്നലെ വൈകുന്നേരം മുതലേ ഇങ്ങനെ കരച്ചിലും ഇതൊക്കെയാണ്. അപ്പോൾ ഇവളെ ഒറ്റയ്ക്ക് ഇടാനും തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇതേ കരച്ചിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. പക്ഷെ ഞങ്ങൾ പേടിച്ചത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ കുട്ടി അതിൻ്റെ വയറ്റിൽ കിടന്ന് ചത്തുപോയോന്നും അറിയില്ല. പുറത്തേക്ക് വരാൻ പറ്റാതെ കരയാണോ, വേറെ എന്തെങ്കിലും വയറ്റിൽ ഇനി ഉണ്ടായിട്ടാണോ, അതോ പ്രസവത്തിൻ്റെ ആണോ, ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇതിങ്ങനെ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റാത്ത കരച്ചിലിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ ഏതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഉറങ്ങാതെ ഇനി അതോ പ്രസവിക്കുന്നുണ്ടോ എന്തോന്നും അറിഞ്ഞിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഉറങ്ങാതെ കാത്തുനിന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ പ്രസവത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നോക്കിയിരുന്നു, മനസ്സിലായി. പക്ഷെ ഭയങ്കര ഭയങ്കര വേദന അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ആവുകൊണ്ടായിരിക്കും ഇത്ര വേദന. ഇവിടെ നിന്നോ.
അങ്ങനെ കറക്റ്റ് 2:30ക്ക് ആള് പ്രസവിച്ചു. ആദ്യത്തെ പെൺകുട്ടി. അത് അകത്തായിരുന്നു ഇവളെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവൾക്ക് അവിടെ കടന്നിട്ട് ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക. കാരണം കിടക്കേണ്ട സ്ഥലം ഇഷ്ടപ്പെടാഞ്ഞിട്ട് എന്താ അറിയില്ല, ഇവർക്ക് ഓരോ സ്ഥാനങ്ങളും അതൊക്കെ നോക്കിയിട്ടാണല്ലോ ഇവർ കിടക്കുക. അപ്പോൾ ഇവള് അങ്ങനെ ഓടി കളിച്ചപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് കൊണ്ടുവന്ന് ഈ പെട്ടിയിലാക്കി കൊടുത്തപ്പോൾ അപ്പം തന്നെ പ്രസവിച്ചു. ചിലപ്പോൾ കിടക്കാനുള്ള ഓരോ സ്ഥലങ്ങൾ ഇവരുടേതായ ഓരോ സ്ഥലങ്ങളായിരിക്കും ഇഷ്ടം. അത് നോക്കിയത് എന്താ അറിയില്ല, ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ആള് പ്രസവിച്ചു. പിന്നെ അരമണിക്കൂർ ഇടവിട്ടിട്ടാണ് മറ്റേ കുട്ടി പുറത്തേക്ക് വന്നത്. അത് പിന്നെ ഈ രണ്ട് കുട്ടികളല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നണത് ഇവള് ജനിച്ചിട്ട് 1 വർഷം ആവണുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പ്രായമാവാതെ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണോ അറിയില്ല, ഈ 2 കുട്ടികളും ഉള്ളൂ. വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോന്നൊന്നും അറിയില്ല. 2 കുട്ടികളെങ്കിൽ 2 കുട്ടികൾ, ഇതിനത്ര പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവാതെക്കാനായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3:15 ആയപ്പോൾ അടുത്തതും വന്നു കേട്ടോ. ഞാൻ അരമണിക്കൂർ 1/4 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ അടുത്തതും വന്നു. എന്തേലും ഇങ്ങനെ അടുത്തതും നമ്മൾ വൃത്തിയാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെന്നെ അത് നക്കി തുടച്ച് കുട്ടീൻ്റെ മേലുള്ള ആ സംഭവങ്ങളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ ഇവരെന്നെ ആക്കും. നമ്മളിങ്ങനെ ജസ്റ്റ് തുണി ഇട്ട് കൊടുക്കുക, അത് മാത്രം. ഇവരെന്നെ തുടക്കും. ഇനി ഇത് കഴിഞ്ഞാൽ നാളെ ഈ തുണി മാറ്റണം, ഇല്ലെങ്കിൽ അത് സ്മെല്ലുണ്ടാവും. പിന്നെ മറ്റന്നാൾ കുളിപ്പിക്കണം. അങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞ് സുഖമായി ഇതൊക്കെ കിടക്കണം. കുറച്ച് ക്ഷീണമുണ്ട് കേട്ടോ പാറുവിന്. അതിന് ഇനി മരുന്ന് എന്തെങ്കിലും വാങ്ങി കൊടുക്കേണ്ടി വരും.